ആദരിക്കാനാണ് ഞങ്ങളുടെ സന്തോഷം. ദൈവനോട് ജയിക്കാനാണ് ഞങ്ങൾ കരുതുന്നത്. അപ്പം ദൈവ പൊന്നാട് അല്ലേ? എവിടെ പൊന്നാടാണ്? എന്തെങ്കിലും പറയാനുണ്ടോ? നാഷണൽ അവാർഡ് പിന്നെ സന്തോഷം. സുമതിയോളവ് സ്പെഷ്യലി തുടങ്ങുകയാണ്. അതിന് ബാക്കി കാര്യങ്ങൾ ഞങ്ങൾ പുറകെ അറിയിക്കാം. ബാക്കി കാസ്റ്റാൻഡും എല്ലാം പുറകെ ഞങ്ങൾ ഇതിൽ 3 ഷെഡ്യൂളായിട്ടാണ് പ്ലാൻ ചെയ്യുന്നത്. ആദ്യത്തെ ഷെഡ്യൂൾ സെപ്റ്റംബറിലാണ് പിടിക്കുന്നത്. ഒരുപാട് ലൊക്കേഷനുകളുണ്ട്. വലിയ തയ്യാറെടുപ്പുള്ള സിനിമയായിട്ടാണ് ഇതിനായിട്ടുള്ള ഡീൽ ചെയ്തത്. എന്തായാലും ഇത് തുടങ്ങുന്നു. നിങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യും. സുമതിയോ സുമതി സർപ്രൈസ് തിയേറ്റർ കിട്ടാൻ വന്ന എല്ലാവർക്കും താങ്ക് യു. ഞങ്ങളുടെ ഫാമിലി പോലെയാണ് നിങ്ങളെല്ലാവരും. എല്ലാ പരിപാടികളുണ്ട്. ഈ യാത്രയിൽ കൂടെ വേണം. കാരണം മാളിയപ്രകാരം 2 വർഷം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ തുടങ്ങാൻ പോകുന്നത്. ബാക്കി ഞങ്ങളുടെ കാസ്റ്റാൻഡുകളിൽ ഇവിടെ ഉണ്ട്. പറയുന്നത് ഇനി കുറേ പേര് ഇതിൽ വരാനുണ്ട്. എല്ലാം കൂടെ ചേർന്ന് ഈ ഒറ്റ റിവ്യൂവിൽ ഞങ്ങൾ ഉടനെ ചെയ്യുന്നത്. 2 ഷെഡ്യൂളായിട്ടാണ് ഇതെല്ലാം അമ്മയുടെ മുന്നിലാണ് ചെയ്തത്. അതാണ് ഞങ്ങളുടെ എല്ലാം ഇതെങ്ങനെ ഹൊറർ മൂവിയാണോ? അഭിനയിക്കുന്നല്ലോ, എനിക്ക് അറിയാത്തതല്ലോ. ഇത് ഞങ്ങളുടെ സ്ഥിരം ടീം തന്നെ, രഞ്ജ മ്യൂസിക്. പിന്നെ ഇത്തവണ ഞങ്ങൾക്ക് മാറി വന്നേക്കുന്നതാണ്. മലയാളത്തിലേക്ക് ആദ്യമായി തമിഴിലൊരു വലിയ ക്യാമറമാൻ എത്തുകയാണ്. രാക്ഷസിനൊക്കെ ചെയ്ത ക്യാമറമാൻ ഇവിടെ ഇവിടെ അദ്ദേഹം മലയാള സിനിമ ചെയ്യണമെന്ന് ആഗ്രഹിച്ച് കുറേ വർഷമായിട്ട് നമ്മുടെ കേരളം സംസാരിച്ചാണ് ഇപ്പം ഈ പടത്തിലേക്ക് എത്തുന്നത്. ഇതാണ് പി വി ശങ്കർ. ആളുടെ ഫസ്റ്റ് മലയാളം മൂവിയാണ്. എല്ലാവരും പ്രേമലു എന്നാണ്, പ്രേമലു സ്റ്റാഫ് എന്നാണ് നിങ്ങളിപ്പോൾ എല്ലാവരും വിളിക്കുന്നത്. അതൊന്നും ബ്രേക്ക് ചെയ്യാൻ സുമതിയോളം സഹായിക്കും. പ്രേമലു 2ന്റെ അപ്ഡേറ്റ് വല്ലതും ഉണ്ടോ? സംഗീതിന് അവാർഡ് കിട്ടുന്നു, നമ്മുടെ അമൽ ദേവീസത്തിന് കിട്ടുന്നു. വേദിക അവാർഡുകൾ നമ്മുടെ മലയാളത്തിലേക്ക് വന്നു. ഒരുപാട് സന്തോഷം. കാരണം സംഗീതത്തിനുള്ള അവാർഡ് കിട്ടിയിട്ട്
സൗന്ദര്യവളം ഒരു ഹൊറർ സബ്ജക്റ്റ് ആണല്ലോ, അപ്പോൾ ഒരു ഹൊറർ രീതിയിലാണോ പ്രതീക്ഷിക്കുന്നത്? ആക്ച്വലി പ്രേമലൂരിലുള്ള കുറച്ച് സ്റ്റാർസും കൂടി ഉണ്ട് ഈ സിനിമയിൽ. അപ്പോൾ നിങ്ങളുടെ ഒരു പകുതി ഗ്യാങ് ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? ഞാൻ സ്റ്റേറ്റ് അവാർഡേ നോക്കിയുള്ളൂ, അതില്ലെന്ന് നോക്കി ഓഫ് ചെയ്ത് വെച്ചു. അതിനുശേഷം പെട്ടെന്ന് നാഷണൽ അവാർഡ് അമ്മയുടെ ഒരു ഫ്രണ്ട് വിളിച്ചു പറയുമ്പോഴാണ് ഞാൻ അറിഞ്ഞത്. മാണിക്കൂട്ടത്തിൻ്റെ മാക്സിമം ആൾക്കാർ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. വിളിച്ചിരുന്നു. അർജുൻ ചേട്ടൻ വിളിച്ചിരുന്നു. നമ്പർ എന്നെ എങ്ങനെ കിട്ടിയെന്ന് പറഞ്ഞു. പുള്ളി ഒന്നും അറിയില്ലല്ലോ, ആ ടൈമിൽ സ്കൂളിൽ പോയിട്ടുണ്ട്.